ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 എന്തൊക്കെയാണ് ഈ വെബ് ലോകത്ത് വരാമെന്ന് മാറ്റം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു യൂട്യൂബിൽ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വിശാലാർത്ഥത്തിലുള്ള ഒരു വീഡിയോ ഒന്നുമല്ല ഇത് ഒരു ചെറിയ ഒരു ടിപ്പാണ് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 2020 ഇത് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മളൊരു ബ്ലോഗർ ആണെന്നുണ്ടെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിലോ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലോ ആദ്യം നമ്മളിത് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് പറയുന്നത് ഇത്തരം മേഖലയിൽ ഏറ്റവും വിജയിച്ച ആൾക്കാരെ അവരുടെ വീഡിയോകൾ കാണുക, അല്ലെന്നുള്ള അവരെഴുതിയ കണ്ടന്റുകൾ വായിക്കുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റുകൾ. നിങ്ങളുടെ യൂട്യൂബിനെ ഞങ്ങൾ 2 മാസം കൊണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാം, അതല്ലെങ്കിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ട്രാഫിക്കിനെ റോക്കറ്റ് പോലെ നിങ്ങൾ വളരെ ഉയർത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. കാര്യം എനിക്കതിന് ഉള്ള മാജിക്കൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യവുമല്ല. പക്ഷേ നമുക്കറിയാം, ചില ആൾക്കാരുടെ വീഡിയോകൾ വളരെ വൈറലാകുകയും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതും കാണാം. ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെയാണ്. ചില ആൾക്കാർക്കെന്ന് പറയുന്നത് ചില കണ്ടന്റുകൾ 10-50 എടുക്കുന്ന സമയത്ത് അത് ഹിറ്റാവും, അതല്ലെന്നുണ്ടെങ്കിൽ വൈറലാവും. അങ്ങനെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ വളരെ പെട്ടെന്ന് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് 1% ആൾക്കാർക്ക് പോലും അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളത്. യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് യൂട്യൂബ് വളർത്തുന്നതിനെ കുറിച്ചുള്ള വീഡിയോകളൊന്നും ഞാൻ ആദ്യം ചെയ്തിട്ടില്ല. കാരണം അത് ചെയ്യാനായിട്ട് ഞാൻ ആളല്ല. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ വളർന്നു വരുന്നേ ഉള്ളൂ, ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതും ശരിയല്ല. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും എന്ത് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും ബാധകമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു മേഖലയിൽ വിജയിച്ച ഒരാളുടെ, അതല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളുടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളൊരു സംഭവം നമ്മളോട് പറയാം, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വളരാൻ ഇന്നത് വേണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്വാഭാവികമായിട്ട് അവരുടെ ചാനൽ കയറി നോക്കും. എന്നിട്ട് അവർക്ക് ആദ്യം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസ്യത കൂടും, നമ്മൾ അവരെ ഫോളോ ചെയ്യും. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. അതായത് അവരെന്ന് പറയുന്നത് കുറേ നാളത്തെ അധ്വാനത്തിന് ശേഷമായിരിക്കും അവരുടെ ചാനൽ വളർന്നു വരുന്നത്. ചിലപ്പോൾ നല്ലപോലെ സമയം എടുത്തതിന് ശേഷമായിരിക്കും അവരുടെ ചാനൽ വളരെ വൈറലാകുകയും ഒരുപാട് വ്യൂസ് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുശേഷം അവരവരുടെ അനുഭവം നമ്മളെ പഠിപ്പിച്ചു തരും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പതുക്കെ വളർന്നപ്പോൾ ആ സമയം മാറി. അപ്പോൾ അവരന്ന് ഉപയോഗിച്ചിരുന്ന ടാക്ടിക്സ് പലപ്പോഴും ഇപ്പം വിജയിക്കണമെന്നില്ല. കാര്യം നമുക്കറിയാം, ഓരോ 6 മാസമോ അല്ലെങ്കിൽ 3-4 മാസം ഇരിക്കുമ്പോൾ തന്നെ ഈ മേഖലയിലുള്ള അൽഗോരിതം ചേഞ്ചസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് അവർ ഫോളോ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിക്കുകയില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അവരുടെ ചാനൽ വിജയിച്ചതെന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്താൽ നമ്മുടെ ചാനൽ വിജയിക്കേണ്ടതല്ലേ? അങ്ങനെ വിജയിക്കാറില്ലല്ലോ. അതിന് കാരണം എന്ന് പറയുന്നത് ആ സമയം കൂടെ ഇതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ നമുക്ക് അതിനെ മറികടക്കാനായിട്ട് നമുക്കൊരു മാർഗ്ഗമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ചാനലുകൾ കാണാറുണ്ട്, എന്തൊക്കെയാണ് ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ചാനലുകൾ. ചില ചാനലുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയം നമുക്കറിയാം, ഇത് കൊള്ളാമല്ലോ ഈ കണ്ടന്റ്, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ബ്ലോഗിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നോക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ചാനലായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ചാനലുകളെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൃത്യമായ ഇടവേളകളിലെങ്കിലും വന്ന് നോക്കുക. എന്നിട്ട് ഈ ചാനൽ എങ്ങനെയാണ് അവരെ ബ്രാൻഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രിക്സുകൾ എന്തൊക്കെയാണ്, ഈ ട്രിക്കുകൾ വിജയിക്കുന്നുണ്ടോ, അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ, അവരുടെ വ്യൂസ് കൂടുന്നുണ്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സെർച്ചിലുള്ള അവൈലബിലിറ്റി അല്ലെങ്കിൽ സെർച്ചിലുള്ള വിസിബിലിറ്റി കൂടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ നമുക്ക് നെറ്റിലൊക്കെ ഒരുപാട് ടൂളുകളുണ്ട്, നമ്മുടെ ട്രാഫിക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ വീഡിയോകളെ കുറിച്ച് മനസ്സിലാക്കാനും ഒപ്റ്റിമൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ടൂളുകളുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ ചാനൽ അല്ലെങ്കിൽ ആ ബ്ലോഗ് വിടരുത്. അതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക, സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം അതിനകത്ത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പതുക്കെ ഓരോന്നായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു ചാനൽ മാത്രമാകണമെന്നില്ല, ഒന്നിൽ കൂടുതൽ ചാനലുകളോ സൈറ്റുകളോ ഒക്കെ നമുക്ക് ഇതുപോലെ നോക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്കാലത്തെ ടാക്ടിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാനും പറ്റും. അതല്ലാതെ ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധരായ ആൾക്കാരുടെ ബ്ലോഗുകളൊന്നും ഫോളോ ചെയ്യരുത്, അല്ലെങ്കിൽ അവർ പറയുന്നതൊന്നും കേൾക്കരുതെന്നല്ല. അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കുക, അത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു ചാനൽ, ആ ചാനൽ വളർന്നു വരുന്ന സമയത്ത് അതെങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അല്ല മറ്റേന്ന് പറയുന്നത് ആൾ വളർന്നതിന് ശേഷം നമ്മളോട് പറഞ്ഞു തരികയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പക്ഷേ അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും.
അപ്പോൾ ഈ കാര്യങ്ങളൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2020 കാര്യം 2020 എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. ഇനി വരാൻ പോകുന്ന ഒരു കാലം എന്ന് പറയുന്നത് കാര്യം വീഡിയോകളുടെ പോലും പ്രാധാന്യം കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. അപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് നമ്മൾ ശക്തമായിട്ട് പഠിക്കുകയും അത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ 2020 ഞാൻ പറഞ്ഞു തരുന്ന ഒരു ചെറിയൊരു ടിപ്പ് ഇതാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കുറച്ച് ടിപ്പുകളായിട്ട് ഞാൻ വരുന്നുണ്ട്, കുറച്ച് നിങ്ങൾക്ക് കുറേ ഐഡിയാസ് തരുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോകളെല്ലാം കാണണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കണും കൂടെ അമർത്തണം. അതുപോലെ ഫേസ്ബുക്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.